ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന വേടനോടൊപ്പം ഒരു 30 വയസ്സുകാരനോടൊപ്പം നമ്മുടെ കേരളം നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം കോമയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ഒറ്റ പാട്ട് കൊണ്ട് എഴുന്നേൽപ്പിച്ച് കിലോമീറ്ററുകളോളം ഓടിക്കാൻ കഴിവുള്ള ആ വ്യക്തിയുടെ തൂലിക ശക്തിയും അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആ ഒരു ശബ്ദവുമാണ്. നമ്മൾ ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ടാവും. ആ പാട്ടുകളിലെ ലിറിക്സ് ഒക്കെ നമ്മളൊന്ന് ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള അർത്ഥങ്ങളില്ലാത്ത ഒരുപാട് പാട്ടുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് എന്റെ ഒരു തോട്ടാണ്. നിങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെ പോലും കമന്റിൽ നോട്ട് ചെയ്യാൻ മറക്കണ്ട. എന്നാൽ വേടന്റെ വരികൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ന്യൂസ് ചാനൽ ഉണ്ടല്ലോ, അവര് ഒരു 100 ദിവസം ഒരു എപ്പിസോഡുകളായിട്ട് ടെലികാസ്റ്റ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു സബ്ജക്റ്റിനെ വെറും 2-4 വരികളിൽ വേടൻ ഒതുക്കി അതിന്റെ ഫുള്ള് എഫക്ട് കേൾക്കുന്ന ആളുകൾക്ക് കൊടുക്കും എന്നുള്ളതാണ് വേടന്റെ പാട്ടുകളുടെ പ്രത്യേകത. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കലാഭവൻ മണി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടിട്ട് നമുക്ക് ഉള്ളിൽ തന്നെ ഒരു ഫീൽ ഉണ്ടായിരിക്കും. അത്രയ്ക്കും ഒരു ഡീപ്പ് ഒരു എക്സ്പീരിയൻസോട് കൂടിയിട്ട് തന്നെയായിരിക്കും, ഇമോഷനോട് കൂടിയിട്ടായിരിക്കും കലാഭവൻ മണി പാടുക. അതേപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വേടന്റെ ഓരോ പാട്ടുകളും ഓരോ വരികളും നമുക്ക് കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല്. ചിലപ്പോൾ ഒക്കെ രോമം എണീറ്റ് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. നമ്മൾ വോയിസ് ഓഫ് വോയിസ്ലെസ്, അതേപോലെ തന്നെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലത്തെ ആ ഒരു പാട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വരികള് ചില ആ ഒരു ബീറ്റൊക്കെ നമുക്ക് ഒരു ഗൂസ് ബൂംസ് തരുന്ന ലെവലിലുള്ള പാട്ടുകളാണ്. മറ്റ് വലിയ എക്സ്ട്രാ ഓർഡിനറി മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടിനായിട്ട് ഉപരി വേടന്റെ പാട്ടുകൾ എനിക്ക് തോന്നുന്നു ഒരു 5-6 പാട്ടുകളൊക്കെ ഉണ്ടാവുള്ളൂ. അദ്ദേഹം പാടിയതും എഴുതിയതുമായിട്ട് ആ ഒരു പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽ എങ്ങനെ പോലും തീർച്ചയായിട്ടും കിട്ടും. വേടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂസിലും അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതേപോലെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ബിറ്റർ എക്സ്പീരിയൻസസ് ആണ് അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നതിലും കൂടി അതിനായിട്ട് ഉപരിയായിട്ട് എനിക്ക് ഈ ഒരു പാട്ടിലൂടെ എന്റെ വരികളിലൂടെ ആ ഒരു കാര്യങ്ങൾ മറ്റുള്ളവരും ഇതേപോലെ ഫേസ് ചെയ്യുന്നുണ്ട്. എന്റെ ജാതിയിൽ അല്ലെങ്കിൽ മറ്റൊരുപാട് ആളുകൾ കറുത്തതായി ജനിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ വിഷമിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്ത ആളുകൾ ആ ഒരു കറുത്ത ആളുകളെ തരം താഴ്ത്തി കാണുന്നു. അത് ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അത് വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ അതൊക്കെ വളരെയധികം കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വേടൻ അദ്ദേഹത്തിന്റെ ആ ഒരു വരികളിലൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പാട്ടിന് അടിമകളായിട്ടുള്ള ഒരുപാട് ഫാൻസും ഉണ്ട്. ഇതൊക്കെ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അദ്ദേഹത്തിന്റെ ആ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസും തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞുമൽ ബോയ്സിലെ ആ ഒരു കുതന്ത്രം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അതിന്റെ വരികൾ നമ്മൾ നോക്കിയാണെങ്കിൽ അതിൽ മോട്ടിവേഷൻ ഉണ്ട്. ആ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്ക് ആസ്പദമായി നടക്കുന്ന മഞ്ഞുമൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയം ചെറുതായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ ഒരു മഞ്ഞുമൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു 2 ദിവസം താമസിക്കുകയുണ്ടായി. എന്നാൽ അവിടെ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്മാർക്ക് ഒരുപാട് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായി എന്നുള്ളൊരു കാര്യമാണ്. സോ ആ ഒരു ഇതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മള് കപ്പലൊച്ചയിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, അഴുക്ക് പിറന്നവരാണ് അങ്ങനത്തെ ഒരുപാട് വരികളൊക്കെ ആ ഒരു ഇതിൽ നിന്നാണ് അദ്ദേഹം എഴുതുന്നത്. അതായത് അത്രയും ഇൻസ്പയർഡ് ആയിട്ട് ആ ഒരു സാഹചര്യങ്ങളെ സന്ദർഭങ്ങളെ മനസ്സിലാക്കി എഴുതുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ വേടൻ എന്ന് പറയുന്ന ഈ ഹിരൺദാസ് മുരളി. വേറൊരു കാര്യം വേടനെ കുറിച്ച് പറയുന്നത് നമ്മുടെ ന്യൂസുകൾ പറഞ്ഞൊരു കാര്യമാണ്. വേടന്റെ അമ്മ എന്ന് പറയുന്നത് ശ്രീലങ്കക്കാരി എന്നുള്ള കാര്യം. അതായത് ശ്രീലങ്കയിൽ നിന്ന് കുടിയേറി പാർത്തിട്ടുള്ള ഒരു സ്ത്രീയാണ് വേടന്റെ അമ്മ. അതായത് അവർ പോയിട്ട് നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഊട്ടി മേഖലയിലായിരുന്നു താമസിച്ചത്. അതിനുശേഷം ഇപ്പൊ താമസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ ടൗണിന്റെ ആ ഒരു സ്ഥലങ്ങളാണ്, റെയിൽവേ ആ ഒരു പരിസരത്തുള്ള ഒരു സ്ഥലങ്ങൾ, കോളനിയിലാണ് ശരിക്കും പറഞ്ഞാൽ വേടൻ താമസിച്ച് അവിടെ നിന്ന് ഇപ്പോൾ മാറി എന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ അമ്മയുടെ ആ ഒരു പോരാട്ട വീര്യവും അതുപോലെ അദ്ദേഹം ഒരുപാട് ചൈൽഡ്ഹുഡ് ടൈമിൽ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ള തിക്ത അനുഭവങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻ ബേസ് അദ്ദേഹത്തിന് ഉണ്ട് എന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളിലും അദ്ദേഹം പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2021 സ്ത്രീയല്ല മറിച്ച് സ്ത്രീകൾ തന്നെ, അതായത് ഒന്നിലധികം സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നുള്ള ഒരു കേസ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിന് ക്ഷമ ചോദിക്കുകയും ചെയ്തു പരസ്യമായിട്ട്. മറ്റുള്ള സിനിമാക്കാരെ പോലെ ഞാൻ ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എന്നുള്ളൊരു കാര്യം എന്നതിനായിട്ട് ഉപരി ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാൻ ആ ചെയ്ത വ്യക്തികളോട് അല്ലെങ്കിൽ ആ സ്ത്രീകളോട് പരസ്യമായിട്ട് തന്നെ മാപ്പ് അപേക്ഷിക്കുന്നു എന്നുള്ളൊരു കാര്യം വേടൻ പറയുകയുണ്ടായി. സോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ആളുകളിൽ നിന്ന്, മറ്റുള്ള സിനിമക്കാരിൽ നിന്ന് വേടനെ കുറച്ചും കൂടി വ്യത്യസ്തനാക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അദ്ദേഹത്തെ കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തിന്റെ ബേസിലാന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഫ്ളാറ്റിൽ നിന്ന് ഒരു 6 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി എന്നുള്ള ഒരു കാര്യത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന. ആ ഒരു സാഹചര്യത്തിലും അദ്ദേഹത്തിൽ നിന്ന് അനധികൃതമായിട്ടുള്ള പണം എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 9 ലക്ഷം രൂപയുടെ അടുത്ത് അനധികൃതമായിട്ടുള്ള ഒരു പണം അദ്ദേഹം വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു കാര്യം ഇപ്പൊ അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ധരിച്ചിരുന്ന ഒരു പുലിയുടെ
പല്ലാണ്, പുലിപ്പല്ല് അദ്ദേഹം ധരിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അത് അദ്ദേഹം കമ്മിറ്റ് ചെയ്തു, ഞാൻ പുലിപ്പല്ല് തന്നെയാണ് ധരിച്ചിരിക്കുന്നത്, കഞ്ചാവിന്റെ കാര്യം ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം കമ്മിറ്റ് ചെയ്തു. പക്ഷേ ഈ പുലിപ്പല്ലിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഫോറസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു കേസ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വരികയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൃഗത്തിൻ്റെതായിട്ടുള്ള അവയവങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്സോ നമ്മൾ ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണ് എന്നുള്ളൊരു കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വൈൽഡ് ലൈഫ് നമ്മുടെ ഫോറസ്റ്റ് ടീം കേസ് കൊടുക്കുന്ന ഒരു ഇതിലാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാനിത് എൻ്റെ കൂട്ടുകാരാണ്, തമിഴ് വംശജനായ എൻ്റെ കൂട്ടുകാരിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത്, അവൻ ഇത് കൊണ്ടുവന്നത് മലേഷ്യയിൽ നിന്നാണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മുടെ സുരേഷ് ഗോപി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കഴുത്തിലും ഇതേപോലത്തെ ഒരു പുലിനകം അല്ലെങ്കിൽ പുലിപ്പല്ല് എന്ന് പറയുന്ന ഒരു 2 എണ്ണമാണ് ധരിച്ചിട്ടുള്ളത്. വേടം ധരിച്ചിരിക്കുന്ന ഒരെണ്ണമാണ്, സുരേഷ് ഗോപി ധരിച്ചിരിക്കുന്നത് 2 എണ്ണമാണ്. ഇത് ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അത് ഒറിജിനൽ ആണെങ്കിൽ ഇതേ നിയമം ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിക്കും ബാധകമാക്കണം എന്നുള്ളൊരു ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നല്ല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവങ്ങൾക്കൊരു നീതി അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കൊരു നീതി, സിനിമാക്കാർക്കൊരു നീതി എന്ന് പറയുന്നതിനായിട്ട് ഉപരി എല്ലാവർക്കും ഒരു നീതി എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് നമ്മുടെ സൊസൈറ്റി വരണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന ഒരു വ്യക്തി വേടൻ എന്ന് പറയുന്ന ഒരു നെയിം സെലക്ട് ചെയ്തത് എന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കുലം അല്ലെങ്കിൽ ആ ഒരു വേട്ടയാടി ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു കുലത്തിന്റെ ഒരു ഇതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒരു വേട്ടയാടുന്ന ഒരു വ്യക്തിയാണ് താൻ എന്ന് പറയുന്ന ഒരു കാര്യവും മറ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ടൈമിൽ അദ്ദേഹത്തെ വേട്ടയാടുവാനായിട്ട് അദ്ദേഹം ഒരു വേട്ടമൃഗമായി മാറുന്ന ഒരു സിറ്റുവേഷൻസ് അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ടൈമിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം ഈ ഒരു വേടൻ എന്ന് പറയുന്ന പേരിലൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ നല്ലൊരു റാപ്പ് സിംഗർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ഉത്തരം അത് വേടൻ തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത്രയും ഇമോഷണലി ടച്ച് ആക്കുന്ന രീതിയിലുള്ള ലിറിക്സും അതുപോലെ തന്നെ സൗണ്ടുമാണ് വേടന്റെ. സിമ്പിളായിട്ട് നിങ്ങൾ ഈ ഒരു പാട്ടുകളൊക്കെ ഇവനെ പറ്റി എന്തെങ്കിലും സംസാരിക്കേണ്ടതുണ്ടോ, ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു പാട്ടുകളൊക്കെ നമ്മുടെ കുതന്ത്രം, അത് ഓൾറെഡി എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടുകളായിരിക്കും. വാ വേടൻ എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്, അതേപോലെ തന്നെ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട്. ഈ സോങ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഫീല് ആ ഒരു പാട്ടിൽ നിന്ന് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. അത് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എങ്ങനെ പോലും ഈ ഒരു പാട്ട് ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി കാണാനായിട്ട് ശ്രമിക്കുക.